നമസ്കാരം. മുഖ്യമന്ത്രി ആരെ എന്നതിനെക്കുറിച്ചാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. ആ ചർച്ച കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടയാളമായി മാറുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ആഴ്ച കൂടിയുള്ളപ്പോഴും UDFന് തികഞ്ഞ ആത്മവിശ്വാസമാണ് എന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രി കസേരയെക്കുറിച്ചുള്ള ചർച്ച കൊടുക്കാൻ കാരണമാകുന്നത്. VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്ന തർക്കം തുടരുമ്പോഴാണ് ഇവർ രണ്ടാളുമല്ല KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി എന്ന തിയറിയുമായി ചിലർ രംഗത്ത് വരുന്നത്. ആ ചർച്ച ഒരു വശത്ത് അങ്ങനെ പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിനെക്കുറിച്ചും ചർച്ച കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കില്ലെന്നും പകരം മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പകരമാവാൻ കഴിവുള്ള നേതാവ് ആര് ജയിക്കും എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ശൈലജ ടീച്ചറും VN വാസവനും KN ബാലഗോപാലും P രാജീവും ഒക്കെ തോറ്റുപോയാൽ പിന്നെ ആരെയായിരിക്കും പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റുന്നത്? ഈ ചർച്ചകൾക്കിടയിൽ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരാകുന്നത് ആരൊക്കെ എന്ന ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട്. VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ഇവരിൽ ഒരാൾ മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുന്നില്ലെങ്കിൽ മറ്റൊരു പദവിയും ഏറ്റെടുക്കില്ല. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും VD സതീശൻ ധനകാര്യമന്ത്രിയും ആവണമെന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞ ഒന്നിനോടും തനിക്ക് താല്പര്യമില്ലെന്നും ആ പദവി ഇല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലെ ഉണ്ടാവില്ല എന്നുമുള്ള നിലപാടാണ് VD സതീശൻ എടുക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ആ തർക്കത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ ഇനിയും സമയമേറെടുക്കും. നിയമസഭാ ഫലം പുറത്തു വന്നാലും 2-3 ആഴ്ചയെങ്കിലും എടുക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുന്നു. 21 പേരെയാണ് മന്ത്രിയാക്കാൻ കഴിയുന്നത്. അങ്ങനെ 21 പേരിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. പിന്നെ ആരൊക്കെയായിരിക്കും മന്ത്രിമാർ? മുൻപ് മന്ത്രിമാരായിരുന്ന AP അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇക്കുറി മന്ത്രിമാരാകുമെന്ന് തീർച്ചയാണ്. VS ശിവകുമാർ ജയിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാതിരിക്കാൻ സാധിക്കില്ല. KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് സണ്ണി ജോസഫിനെ മന്ത്രിസ്ഥാനം കൊടുക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും AP അനിൽകുമാറിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തിന് അർഹതയുള്ള VP സജീന്ദ്രന് അവസരം നിഷേധിക്കപ്പെടാം. അനിൽകുമാറിനും സജീന്ദ്രനും ഒരുമിച്ച് കൊടുക്കുമോ എന്നറിയില്ല. പക്ഷേ സജീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിന് അർഹനാണ്. T സിദ്ദിഖ്, അൻവർ സാദത്ത് എന്നിവരിൽ ഒരാളായിരിക്കും മുസ്ലിം പ്രതിനിധികളായി കോൺഗ്രസിൽ നിന്നും മന്ത്രിസഭയിലെത്തുക. 2 പേർക്കും ഒരേ സാധ്യതയാണുള്ളതെങ്കിലും സീനിയോറിറ്റി എന്ന ഘടകം അൻവർ സാദത്തിന് ഗുണം ചെയ്തേക്കാം. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന TN പ്രതാപൻ ഇക്കുറി മണലൂരിൽ നിന്നും ജയിച്ചു വന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ TN പ്രതാപൻ മന്ത്രിസഭയിൽ ഉണ്ടാവും. മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുറപ്പുള്ള മറ്റൊരാൾ കുണ്ടറയിൽ നിന്ന് ജയിക്കുന്ന PC വിഷ്ണുനാഥാണ്. വനിതാ പ്രതിനിധികളായി പരിഗണിക്കപ്പെടാൻ ഇടയുള്ളത് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമാണ്. ഷാനിമോളും ബിന്ദുവും ജയിച്ചാൽ ഷാനിമോൾക്ക് തന്നെയായിരിക്കും സാധ്യത. വട്ടിയൂർക്കാവിൽ നിന്നും ജയിക്കുന്ന K മുരളീധരൻ മന്ത്രിയാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. VP സജീന്ദ്രൻ, AP അനിൽകുമാർ എന്നിവരിൽ ഒരാളെ മാത്രം പരിഗണിച്ചാൽ പോലും ഇതുവരെ 11 മന്ത്രിമാർ ആയി കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും 11 മന്ത്രിമാർക്ക് മാത്രമേ ആകെ സാധ്യതയുള്ളൂ എന്നോർക്കണം. VT ബൽറാം, മാത്യു കൊഴുനാടൻ, റോജി M ചാണ്ടി ഉമ്മൻ, ഐഷ പോറ്റി, M വിൻസെന്റ് എന്നിവരൊക്കെ തന്നെ മന്ത്രിസ്ഥാനത്തിന് ക്ലെയിം ചെയ്യാൻ ഉള്ളവരാണെന്നോർക്കണം. ഇവരിൽ ആരെയെങ്കിലും ഒരാളെയെങ്കിലും പരിഗണിച്ചാൽ മുമ്പ് സൂചിപ്പിച്ച ഒരാളെയെങ്കിലും മാറ്റി നിർത്തേണ്ടി വരും. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരായിരിക്കും ഇക്കുറി ഉണ്ടാവുക. 5 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, മഞ്ഞളാംകുഴി അലി, N ഷംസുദ്ദീൻ എന്നിവരാവാനാണ് സാധ്യത. PK ബഷീറിന് പകരം മറ്റാരെങ്കിലും ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഈ 5 പേർ മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിമാരാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കുറി ലോട്ടറി അടിക്കുന്ന ഒരു പാർട്ടി കേരള കോൺഗ്രസ് ജോസഫ് ആയിരിക്കും. ആകെ കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ചത് 8 സീറ്റിലാണ്. അതിൽ 7 സീറ്റിലും ജയിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെ പോയാലും 6 സീറ്റിൽ വിജയം ഉറപ്പാണെന്ന് കണക്കാക്കപ്പെടുന്നു. കാഞ്ഞങ്ങാട് സീറ്റ് മാത്രമാണ് ഉറപ്പായും തോൽക്കുമെന്ന് കണക്കാക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായതുകൊണ്ട് ജയിക്കുമോ തോൽക്കുമോ എന്നുറപ്പില്ല. ബാക്കി 6ഇടത്തും കേരള കോൺഗ്രസ് വിജയിക്കുമെന്ന് തീർച്ച. തൊടുപുഴ, ഇരിങ്ങാലക്കുട, കടുത്തുരുത്തി, തിരുവല്ല, കുട്ടനാട്, ചങ്ങനാശ്ശേരി, കോതമംഗലം എന്നിവയാണ് കേരള കോൺഗ്രസ് ജയിക്കാൻ ഇടയുള്ള 7 മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാരെ കിട്ടിയേക്കും. ഒരൊറ്റ മന്ത്രിയാണ് ജോസഫ് ഗ്രൂപ്പിനെങ്കിൽ കടുത്തുരുത്തി MLA മോൻസ് ജോസഫിനാണ് എന്ന് ധാരണയിലെത്തിയിട്ടുണ്ട്. രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കൂടി കിട്ടിയാൽ അത് PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫിനായിരിക്കും.
ഏതു സാഹചര്യത്തിലും മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളത് മറ്റു 3 ഘടക കക്ഷികളിൽപ്പെട്ടവരാണ്. ഷിബു ബേബി ജോൺ, അനൂപ് ജോക്കപ്പ്, CP ജോൺ എന്നിവരാണ് മറ്റു മന്ത്രിമാർ. കേരള കോൺഗ്രസിലെ 2 പേർ ഉൾപ്പെടെ 10 പേരായി ഘടകകക്ഷി മന്ത്രിമാർ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 പേർക്ക് മാത്രമേ കോൺഗ്രസിൽ നിന്നും മന്ത്രിയാകാൻ സാധിക്കൂ. ഈ സാഹചര്യത്തിൽ അനൂപ് ജേക്കബും CP ജോണും ഒഴികെ ഒറ്റ MLA-മാരുള്ള പാർട്ടികളെയൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തും. അതിലേറ്റവും വലിയ ക്ഷീണം സംഭവിക്കുക മാണി സി കാപ്പനാവും. മാണി സി കാപ്പനെ കൂടി മന്ത്രിയാക്കിയാൽ കോൺഗ്രസിലെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 10 കുറയും. അതുകൊണ്ട് മാണി സി കാപ്പനെ മാറ്റി നിർത്തേണ്ടി വരും. G സുധാകരൻ, ഐഷ പോറ്റി, KK രമ തുടങ്ങിയവർക്കൊക്കെ മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെങ്കിലും കിട്ടാനുള്ള സാധ്യതയില്ല. PV അൻവർ ജയിച്ചാൽ മന്ത്രിസ്ഥാനത്തിന് ക്ലെയിം ഇടുമെങ്കിലും അൻവർ ജയിച്ചാൽ പോലും മന്ത്രിസ്ഥാനം കിട്ടില്ല എന്ന് തീർച്ചയാണ്. കാരണം അത്രയും മന്ത്രിമാരെ ഉൾപ്പെടുത്താൻ UDF-ന് കഴിയില്ല എന്നത് മാത്രമല്ല, മന്ത്രിസഭയിലെ രഹസ്യം പോലും ചോർന്നു പോയേക്കും എന്ന ആശങ്ക മറ്റെല്ലാ മന്ത്രിമാർക്കും ഉണ്ടേ എന്നതും PV അൻവറിന്റെ സാധ്യത അടയ്ക്കുന്നു.